guys, welcome back to my channel. Major like namaskaram. This topic is Tamil Nadu topic ആണ് guys. Okay, അപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് തന്നെയാണ്. നമ്മൾ 360 ഡിഗ്രി വീഡിയോസ് അങ്ങനെ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അത് റിയലി എടുക്കണമെങ്കിൽ നമ്മുടെ 360 ഡിഗ്രി ക്യാമറ വേണം അല്ലെങ്കിൽ GoPro വേണം എന്തായാലും. അപ്പം അതൊന്നും ഇല്ലാണ്ട് നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ എങ്ങനെ എടുക്കാൻ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ വീട്ടിലേക്ക് കിടക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എന്നെ വിളിച്ചിട്ടുക. Aju Techno. First of all, we main ഒരു സ്മാർട്ട് ഫോൺ മാത്രമാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സ്മാർട്ട് ഫോണും നമ്മുടെ രണ്ട് ആപ്ലിക്കേഷനാണ് വേണ്ടത്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ ലിങ്കും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ട് ആപ്ലിക്കേഷൻ വെച്ചാൽ ഒന്ന് ടാറ്റ പ്ലസ് എന്നാണ്, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ എന്നാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ വെച്ചാൽ ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂവിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ എക്സ്പ്ലോർ ക്രിയേറ്റീവ് പ്രൊഫൈലിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് പെയർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലാണ് നമ്മുടെ ഫോട്ടോ നമ്മൾ എടുക്കാൻ പോകുന്നത്. എൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ അടുത്ത് എന്താ ചെയ്യുക വെച്ചാൽ നമ്മുടെ ഫോട്ടോസ് പെയറിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് നമ്മൾ നേരത്തെ കണ്ടുകൊടുത്ത ഇൻ്റർഫേസിലേക്ക് എത്തും. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ 360 ഡിഗ്രി ഉള്ളൊരു ഫോട്ടോ നമ്മൾ എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം അത് യൂസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ 360 ഡിഗ്രി ഇങ്ങനെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ നമ്മുടെ 360 ഫോട്ടോ നമുക്ക് എടുക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതങ്ങനെ ചെയ്യുക വെച്ചാൽ സിമ്പിളാണ്. നമ്മുടെ ക്യാമറ ഓരോ പൊസിഷനിലേക്ക് അനക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഓരോ ഡോട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഡോട്ടിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഫോട്ടോ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ എറൗണ്ട് 360 ഡിഗ്രിയും പിന്നെ നമ്മുടെ ആകാശവും ഫ്ലോറും കിട്ടുന്ന രീതിയിൽ നമ്മൾ മൊത്തമായിട്ടിരുന്ന വീഡിയോസ് അല്ല നമ്മുടെ ഫോട്ടോസ് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക് തന്നെ 360 ഡിഗ്രി ഫോട്ടോ ആകെ മാറുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് മൊത്തം ഒന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്തെടുക്കാം. ഡിഗ്രി ഫോട്ടോ നമ്മൾ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ എഡിറ്റ് ചെയ്യണം. നമ്മുടെ ടെറ്റ എന്ന ആപ്ലിക്കേഷനിലേക്കാണ് പോകേണ്ടത്. ഫ്രണ്ട്സ്, നമ്മുടെ ഫോട്ടോ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ എടുത്ത ഫോട്ടോസൊക്കെ അവിടെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യാൻ അതിനുശേഷം അവിടെ ആയിട്ട് നമ്മുടെ ഒരു ഷെയറിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഷെയർ ആസ് പ്രൈവേറ്റ് എന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. വേറെ ഫോണിലേക്ക് എക്സോണ്ട് വീഡിയോ വാട്സപ്പ് വഴി ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനതാണ് ചെയ്യുന്നത്. ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഫ്രണ്ട്സ്, ഓഫ് ഫൈനലി നമ്മുടെ 360 ഡിഗ്രി ഫോട്ടോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്തതും കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് നമ്മുടെ ടാറ്റ പ്ലസ് ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോട്ടോ ആനിമേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എങ്ങനെയായിട്ട് നമ്മുടെ 360 ഡിഗ്രി വീഡിയോസായി എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഫോട്ടോ അവിടെ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കാം. അപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്താൽ കുറച്ച് സമയം ലോഡിങ്ങിന് ടൈം എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നോട്ട് ആനിമേഷൻ ആയിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഈ നോ ആനിമേഷൻ വെച്ചാൽ ആനിമേഷൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആനിമേഷൻ ഇല്ലാത്തൊരു ഫോട്ടോ റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതില്ലെങ്കിൽ നമുക്ക് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ 360 ഡിഗ്രി വീഡിയോ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ആനിമേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആക്കാവുന്നതാണ്. അപ്പോൾ നോൺ ആനിമേഷനിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആനിമേഷൻ സെക്ഷനാണ്. അപ്പം നമ്മുടെ ആനിമേഷനിൽ പോയാൽ ഒരു വീഡിയോ പ്ലെയർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അടിയായിട്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യം കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് വെച്ചാൽ ഏതൊക്കെ സ്റ്റൈലിലത് നമ്മുടെ ആനിമേഷൻ നിങ്ങൾക്ക് ഇതാ ഓരോന്ന് മാറ്റിക്കൊണ്ട് നിൽക്കുമ്പം ഓരോ ആനിമേഷൻ സ്റ്റൈലിലുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം ഇങ്ങനെ ആകാശത്ത് പറന്ന് വരുന്നത് അങ്ങനത്തെ ഓരോ തരത്തിലുള്ളത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 2-3 ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് നല്ലോണം ഫീച്ചേഴ്സും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു നല്ലത് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നും ഫ്ലോറിൽ നിന്ന് ആകാശത്തേക്ക് പോയിട്ട് നമ്മുടെ 360 ഡിഗ്രി വീഡിയോസ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കൈ എറൗണ്ട് കാണിക്കുന്ന ഒരു വീഡിയോസും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട്സ്, ഫൈനലി 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോ ഇതാണ്. നമ്മുടെ എറൗണ്ട് നമ്മുടെ ഹൗസ് മൊത്തം കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം പിന്നെ നമുക്കിതിൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സ്പീഡും കാര്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല സ്പീഡിലുള്ള വീഡിയോ ആക്കാൻ പറ്റുന്നത് നമുക്ക് നല്ലോണം സ്ലോ മോഷനായിട്ടുള്ള വീഡിയോസും കാര്യമൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ കളർ ഗ്രേഡിംഗ് ആണ്. കളർ ഗ്രേഡിങ് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. പിന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നല്ലൊരു ഫിൽറ്റേഴ്സും കാര്യമൊക്കെ ഇത് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റും iOS OP അതൊക്കെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും നൽകിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള ഫീച്ചർ വെച്ചാൽ നമ്മുടെ റേഷ്യോ നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് 19:60 റേഷ്യോ വേണം. നമ്മുടെ യൂട്യൂബ് വേർഷൻ അങ്ങനത്തെ ടിക്ടോക്ക് അങ്ങനത്തെ സംഭവമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന റേഷ്യോ സെറ്റിങ്സ് നമുക്ക് ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടിക്ക് മാർക്ക് കൊടുത്ത സമയത്ത് സേവിങ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഗാലറിയിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ എക്സ്പോർട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ. അതിനുശേഷം മാത്രമേ നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇവിടെ റെഡി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സേവ് ടു ഗാലറി അല്ലെങ്കിൽ നമുക്ക് അതർ വെബ്സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക് ഇവിടെ നിന്ന് തന്നെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് 360 വീഡിയോ എടുക്കുന്നതെല്ലാം മനസ്സിലായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുക ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. Aju signing out.